കൊല്ലത്തു നിന്ന് ലിജോ റോളൻസ് നമ്മോടൊപ്പം ചേരുകയാണ്. തേവലക്കര സ്കൂൾ മുറ്റത്താണ് ലിജോ ഉള്ളത്. ലിജോ, ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായത് എന്നാണ്. അപ്രമോദ്, കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന തേവലക്കര ഹൈസ്കൂളിൽ ഇന്ന് രാവിലെ 9-നും 9:30 ഇടയ്ക്കും, അതായത് ആ ഒരു സമയത്തായിരുന്നു ഈ അപകടം നടന്നത്. സ്കൂളിലെ വാഹനത്തിൽ ആദ്യ ട്രിപ്പിൽ എത്തിയതായിരുന്നു ഇതിന് സമീപത്തുള്ള മനുവിന്റെ മകനായിട്ടുള്ള മിഥുൻ. ഇവിടേക്ക് സ്കൂളിലേക്ക് എത്തുകയും സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ രാവിലെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ചെരുപ്പെടുത്ത് ആ കാണുന്ന നീല ഷെഡിന് മുകളിലേക്ക് ഇട്ടു. ആ നീല ഷെഡിന് മുകളിൽ വീഴുന്ന ആ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി 9B എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു വശത്ത് തകർന്നിരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തടി കൊണ്ട് മറച്ചിരുന്ന മറ തകർന്നിരിപ്പുണ്ടായിരുന്നു. അതുവഴി ആ ഷീറ്റിന് മുകളിലേക്ക് കയറി അത് പോകുന്ന സമയത്താണ് ഈ വൈദ്യുതി കമ്പി വളരെ താഴ്ന്നു, അതായത് ആ ഷീറ്റുമായി നോക്കുന്ന സമയത്ത് ഒരു 1/2 മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. അതിനെ മറികടന്ന് വേണമായിരുന്നു മിഥുന് പോയി ആ ചെരുപ്പെടുക്കുന്നതിനിടെ അതിലേക്ക് പോകുന്ന സമയത്താണ് ആ വൈദ്യുതി കമ്പിയിൽ തട്ടുന്ന പോലുമില്ല, അതിനടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ആകർഷിച്ചുകൊണ്ട് ആ വൈദ്യുതി കമ്പിയിലേക്ക് വീണാണ് ആ മിഥുന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ലിജോ, ഈ സമയത്ത് അധ്യാപകർ അവിടെ എത്തിയിരുന്നോ? അവരാരുടെയെങ്കിലും ശ്രദ്ധയിൽ കുട്ടികൾ കളിക്കുന്നതും അതുപോലെ തന്നെ കുട്ടി മുകളിലേക്ക് പോകുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നറിയുന്നുണ്ടോ? ഈ പ്രഥമാധ്യാപികയോട് ഉൾപ്പെടെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ട്രിപ്പിൽ വാഹനത്തിൽ വരുന്ന കുട്ടികൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് അതൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അധ്യാപകർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ മറ്റ് മുതിർന്ന ആളുകളെയൊന്നും അതിൽ കൃത്യമായി കാണാനും കഴിയുന്നില്ല. കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ചെരുപ്പ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ മിഥുൻ ആ ഷീറ്റിന് മുകളിലേക്ക് കയറി അതെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതെടുക്കാൻ ശ്രമിച്ച് ആ ഷോക്കേറ്റ് അല്പസമയം അതിൽ കിടന്നതിന് ശേഷം മാത്രമാണ് ആളുകൾ പോലും, അതായത് സ്കൂൾ അധികൃതർ അത് അറിയുക ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഒരു ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാളിനെ കണ്ടിരുന്നു, ജോൺസൺ എന്നായിരുന്നു പേര്. ജോൺസണും പറഞ്ഞ അതാണ്, അതായത് താൻ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കാണുന്നത് ആ വൈദ്യുതി കമ്പിയുടെ മുകളിൽ ഒരു കുഞ്ഞ് കമഴ്ന്നു കിടക്കുന്ന ഒരു ദൃശ്യമാണ് താൻ കണ്ടത്. വളരെ വേഗം തന്നെ മുളങ്കമ്പ് മറ്റൊക്കെ എടുക്കാനായി താൻ പരതുന്ന സമയം കൊണ്ട് ആ സ്കൂളിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ചേർന്ന് ആ ബെഞ്ച് ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ കൈകളൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരു സ്കൂളിന്റെ, അതായത് നേരത്തെ തന്നെ എല്ലാ വർഷവും സ്കൂളിൽ കൃത്യമായി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ പരിശോധനകൾ നടത്തേണ്ടുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ 26-ാമതായി പ്രധാനമായും പറയുന്ന ഒരു ചോദ്യം ഇതാണ്, അതായത് ആ സ്കൂളിന് മുകളിലൂടെ ഏതെങ്കിലും വൈദ്യുതി കമ്പിയോ സ്റ്റേ കമ്പിയോ മറ്റെന്തെങ്കിലും കടന്നു പോകുന്നുണ്ടോ, അത് അധികൃതരെ അറിയിച്ചുകൊണ്ട് അത് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു കൃത്യമായ മറുപടി അതിന്റെ പ്രഥമാധ്യാപിക നൽകേണ്ടതാണ്. അതിനെന്താണ് മറുപടി നൽകിയെന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അക്കാര്യങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ടെന്ന കാര്യമാണ് മനസ്സിലാകുന്നത്. അതായത് ലിജോ, ഇതിൽ ഈ കമ്പി നേരത്തെ തന്നെ അവിടെ ഉണ്ടാവുകയും അതിന് താഴെ ഒട്ടും തന്നെ ഈ ഹൈറ്റ് ഇല്ലാത്ത വിധത്തിൽ ഷെഡ് കെട്ടുകയുമാണോ ഉണ്ടായത്? ഇത് ഈ ഇലക്ട്രിക് സംവിധാനം അതുവഴി ആ ലൈൻ അതുവഴി പാസ് ചെയ്യാൻ തുടങ്ങിയത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണോ? വളരെ വർഷങ്ങളായി, അതായത് ചില ആളുകളോട് നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, അവരൊക്കെ 1979-ലും 80-ലും ഒക്കെ ഈ സ്കൂളിൽ പഠിച്ച ആളുകളാണ്. അവർ പറയുന്നതാണ്, അവരൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഓടിട്ട കെട്ടിടം അവിടെയുണ്ട്. മാത്രവുമല്ല ഈ വൈദ്യുതി കമ്പിയും അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. അന്ന് 2 കമ്പികൾ മാത്രമായി, സിംഗിൾ ഫേസ് ലൈൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഏകദേശം 10 വർഷമാണ് ഈ ഷെഡ് കെട്ടിയിട്ടാകുന്നതായി സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഷെഡ് കെട്ടുന്ന സമയത്ത് കൃത്യമായി അനുമതി എടുത്തിരുന്നു, അത് KSEB അറിയിച്ച് കൃത്യമായി അകലം പാലിക്കുന്നു എന്ന കാര്യത്തിലേക്ക് ഉറപ്പ് വരുത്തിയിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അതൊന്നും തന്നെ പാലിച്ചിട്ടില്ല. വൈദ്യുതി കമ്പി ആ ഷെഡിന് മുകളിലൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ തേവലക്കര ഗേൾസ് ഹൈസ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് വൈദ്യുതി നൽകുന്നതിനും വേണ്ടിയിട്ടാണ് അതുവഴി പോകുന്നത്. മാത്രമല്ല KSEBിയുടെ ഭാഗത്ത് ഒരു അനാസ്ഥയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയും. കാരണം ആ വൈദ്യുതി പോസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ അതിലെല്ലാം ഈ അതുവഴി ആ മരത്തിന്റെ ശിഖരങ്ങളും മാത്രമല്ല പല വള്ളിപ്പടർപ്പുകളും ഒക്കെ ചുറ്റി അതിൽ കിടപ്പുണ്ട്. പക്ഷെ അതിനെ ഒന്നും നീക്കം
നീക്കം ചെയ്യുന്നതിന് കൃത്യമായൊരു നടപടി KC-യുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. അതാണ് അപകടത്തിന് കാരണമായത്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായി എല്ലാ വകുപ്പുകളും ചേർന്ന് പരിശോധന നടത്താറുണ്ട്. അത്തരത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഇത്രയും താഴ്ന്നുകൊണ്ട് ഒരു വൈദ്യുതി കമ്പി ആ സ്കൂളിന്റെ ഷീറ്റിനോട് ചേർന്ന്, അതും ഇരുമ്പ് തകിട് ഷീറ്റിനോട് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ കടന്നു പോകുന്നത് ശ്രദ്ധിക്കാതെ പോയോ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഓരോ വർഷവും നടത്തുന്ന സുരക്ഷാ പരിശോധനകളിൽ എന്താണ് പരിശോധിക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫിറ്റ്നസ് നൽകുന്നത്? മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ 10 വർഷത്തോളമായി ഇത്തരത്തിലൊരു കെട്ടിടമുള്ളത് ഇപ്പോഴാണോ അറിഞ്ഞില്ല എന്ന് പറയുന്നതെന്നുള്ളൊരു മറുചോദ്യം കൂടെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സ്കൂളിന്റെ ഭാഗത്തായാലും PTA-യുടെ ഭാഗത്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അത് വാക്കാലല്ല, അത് റിട്ടേൺ ആയി തന്നെ പരാതി കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യമാണ് നാട്ടുകാരും രക്ഷകർത്താക്കളും അറിയിക്കുന്നത്. അതൊന്നും ഉണ്ടാകാത്തതിന്റെ ഫലമായിട്ട് സംഭവിച്ചത് ഒരു 13 വയസ്സുകാരനായ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം.